അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാം. എപ്പോഴത്തെ പോലെ നമ്മൾ ആ ടോപ്പ് 5 കണ്ടസ്റ്റൻസിനെ ആദ്യം നമുക്ക് വേദിയിലേക്ക് വിളിച്ച് അവരെ അങ്ങ് സേഫ് ആക്കാം. യെസ്. 5th പൊസിഷൻ, ടോപ്പ് 5ലെ 5th പൊസിഷൻ ശിവനന്ദ. ടോട്ടൽ മാർക്ക് 55.7, 55.7. കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ. അപ്പോ 5th പൊസിഷനിൽ എത്തിയിരിക്കുന്ന ശിവനന്ദയുടെ സൂപ്പർ സ്റ്റാറിന്റെ ഇതുവരെയുള്ള ജേർണി നമുക്കൊന്ന് കാണാം. ശിവനന്ദ ചില്ലറക്കാരിയല്ല, ചില്ലറയല്ല, നോട്ടല്ല, ഒരു പ്രസ്ഥാനമാണ്. ടോട്ടൽ ആക്ടും പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ഇറ്റ് റിയലി വർക്ക്. നമ്മളൊരു കല്യാണം കൂടി ഒരു ഫീല്. അസാധ്യ പാട്ടുകാരിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ പാട്ട് ഇത്ര ഭംഗിയായിട്ട് ഒരു റിയാലിറ്റി ഷോയിലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെ, ഉറപ്പാണ്. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു സുന്ദരിയായി വന്ന് സുന്ദരമായിട്ട് പാടും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണിത്. ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ടേ കൊതി തല്ലാതെ മധുവിധുരാവിതെല്ലാം. ഓക്കെ സർ, ഇനി 4th പൊസിഷൻ തേജസ്. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ 56.2, 56.2. ഓക്കെ, അപ്പോ 4th പൊസിഷനിലെത്തിയ തേജസിന്റെ ജേർണിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോഴും ഈ ഒരു പാട്ടിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പ്രാണമുനീവനി ഗാനമേ നീടൻ നന്നായിട്ട് പാടി. വന്ദിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം. വാക്കുകളില്ല പറയാൻ. അങ്ങനെ എളുപ്പത്തിൽ പാടാൻ പറ്റത്തില്ല. മനോഹരമായിരുന്നു ഈ പാട്ട്. കുട്ടായി പോലത്തെ ഒരു പാട്ട്. ദൂരങ്ങളിൽ എന്തിനോ കണ്ണു ചിമ്മി വീണ്ടും നിശാകം കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്. ഒരു ഉഗ്രൻ കള്ള് ഷാപ്പ്. ഇഷ്ടപ്പെട്ട ചേച്ചിനെ. മുത്തേ നിന്നെ മുത്തം വെക്കാൻ ചിറ്റോളമായി ചൂടിക്കാൻ നിന്നുടെ താതൻ വസുദേവൻ മടിയാതെ തന്നെ നിന്നയും രാഗഗാനം പോലെ പാട്ട് തേജസ് വണ്ടർഫുൾ സെലക്ഷൻ. അഴകിന്റെ അല പോലെ. ബാബുക്ക പ്രണാം. വേറെ ഒന്നും പറയാനില്ല. ഫീലിന്റെ കുത്തൊഴുക്കാണ് സംഭവിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസ്. ഓക്കെ എൻജി സർ, 3rd പൊസിഷൻ. 3rd പൊസിഷൻ ഈസ് അശ്വതി. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം ഉള്ളും നെഞ്ചിൽ തീയാൽ. ടോട്ടൽ മാർക്ക് 56.3, 56.3. ഓക്കെ, അപ്പൊ നമുക്ക് അച്ചുവിന്റെ ജേർണി കാണാം അല്ലേ? ആ. യെസ്, വെൽക്കം അശ്വതി. നല്ല ഒരു വോയിസ് ത്രോ ഉണ്ടായിരുന്നു മോളുടെ ഒരു പാട്ടിനകത്ത്. പഞ്ചാബി ബംഗിട നെഞ്ചോരം കൊണ്ടുവാ. അപാര ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു അമ്മേ അമ്മേ കണ്ണീർ തെയ്യം. മെയിൽ സോങ് ഫീമെയിൽ എടുക്കുമ്പോൾ ഒരിക്കലും അമ്മ എടുക്കാൻ ആരും തീരുമാനിക്കില്ല. പടിയുണര് പടയമുണര് പടഹമൊടുടമരുകം. അതിന്റെ പാട്ടൊക്കെ ഇഷ്ടമാണോ? ആ, ഇഷ്ടാണ്. എന്നാ പിന്നെ കേക്ക്. ഉഗ്രനായിട്ടുണ്ട്. ഫീമെയിൽ വോയിസിൽ ഇത് കേൾക്കാൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ചുടല നടുവിലിടി പടഹമിടയുമാറ്. ആസെ കൊഞ്ചം തുള്ള തുള്ള ആടി വന്ന് കിള്ളി കിള്ളി സുഖമോ സുഖമോ പഴമീയപ്പ. ഇത് ഫിനാലയിലായിരുന്നെങ്കിൽ ഗപ്പും കൊണ്ടുപോകായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു ഭയങ്കര ഉന്മേഷവും ഒരു ഭയങ്കര എനർജിയും എനിക്ക് ഫീൽ ചെയ്തത്. പാലക്കാട്ട് രാജാവുക്ക് ഒരു ഒപ്പാവി റാണി അവസേല കട്ട
പാത്താ പോതും അമ്മാമി എന്തൊക്കെയാലും നിങ്ങളുടെ ആക്ട് നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു മൊത്തത്തില്. അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് മുളയ്ക്കും കുളിർമുഖത്തൊരു മുത്തുകൾ പോലെ. ലതാജി പാട്ട് കേട്ടിട്ടുണ്ട്, യു സിംഗ് വെരി വെൽ എന്ന് പറഞ്ഞത് തന്നെ ലൈഫിൽ കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങളിലുണ്ട്. മുകളിൽ ജില്ല് 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 ജിങ്കില മൂടെ. സെക്കൻഡ് പൊസിഷൻ ആരായിരിക്കും? ഇനി ഗസ് പാറു. ഇനി ഗസ്. എല്ലാരും പറയുന്നു സഞ്ജയ്ന്ന്. തെറ്റി. യെസ് യെസ് സിംഗാരവേ യെസ് യെസ് യെസ്. അരുൾ സിംഗ്. സർ കൺഗ്രാറ്റുലേഷൻസ്. 56.6 56.6. ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് യശിന്റെ ജേർണി കാണാം. യെസ് 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 യെസ്. യശ് വാര്യർ ഫ്രം മുംബൈ. कितने सारे गीत सुरीले जब ये मौसम गाता है गम की നല്ല ഇംപ്രൂവ്മെന്റ്, നല്ല ആളാകെ ഗെറ്റപ്പേ മാറി. ഗുരുവായൂപുരേശം പ്രതിദിന മനുചേത സ്മര ഗുരുവായൂരപ്പന്റെ ഒരു പ്രസൻസ്. കൃഷ്ണം മുരളീലോ. You deserve this. അഖിലേ ഗോൾഡൻ മൈക്ക്. ചാരി മേരി രാജേശ്വരി. എനിക്ക് കുറെ ഇഷ്ടമായി യക്ഷിന്റെ ചില സ്റ്റെപ്പുകൾക്ക്. ഞാൻ അടിമ 18 കഴിഞ്ഞപ്പോൾ 1000 പ്രേമത്തിൻ പുഷ്പങ്ങൾ തട്ടിയെറിഞ്ഞു നിങ്ങൾ. ഒരു കമ്പൈൻഡ് പെർഫോമൻസ് ആയിരുന്നു. താലിയുമായി വരും അതിമനോഹരമായിട്ട് പാടും. വരവേൽക്കും മൈനെ നിറമംഗളമരുളു കോകിലമേ. ഇന്ന് വരെ കേട്ടതിൽ വെച്ച് ദി ബെസ്റ്റ് പ്രകടനം. ഓളിച്ചടിക്കും. കലക്കിയട. ഓക്കെ, സോ ഫൈനലി ടോപ്പ് 5-ലെ ദ ഫസ്റ്റ് പൊസിഷൻ സഞ്ജയ്. സ്വർണ്ണഗോപുര കൺഗ്രാറ്റ്സ്. ശില്പം കണ്ണിന് സായുജ്യം. സൂപ്പർ. കൺഗ്രാറ്റ്സ് സഞ്ജയ്, കൺഗ്രാറ്റ്സ്. സൂപ്പർ. സഞ്ജയുടെ മാർക്ക് 57. ഓക്കെ, അപ്പൊ നമുക്ക് സഞ്ജയുടെ ജേർണി കാണാം. സഞ്ജയ്, ഐ ആം പ്രൗഡ് ഓഫ് യു ഡാ. ആത്മാവിൻ സൗഭാഗ്യമല്ലേ നീ. കിടുക്കാച്ചി പെർഫോമൻസ്. ഏതു പൂജാരിയും പൂജിക്കും. ഇതുവരെ ഉള്ളതില് ഹയസ്റ്റ് മാർക്ക്. പ്രേമ വൃന്ദാവന നീ ആ പാട്ടിന് കൊടുത്ത ഫീൽ. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളം. ആ ബേസിൽ ആ ഒരു തലം വരുമ്പോണ്ടല്ലോ നമുക്ക് ഒരു രോമാഞ്ചൊക്കെ കണ്ടപ്പോൾ കുഞ്ഞക്കരാവും. പിന്നെ നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിന്റെ അടുത്ത് എനിക്കൊരു സംഗതി അറിയിക്കാൻ. ദാസന്റെ കുറേ സന്തോഷത്തിലാണ് നിന്റെ പാട്ട് കേട്ടിട്ട്. എനിക്ക് അവനെ നേരിട്ട് കാണണം. ചെറിയാന പൊട്ടി ആരംഭിക്കട്ടെ. ആടിക്കളിക്കുമ്പോളേ അമ്മ വാർമുടി കെട്ടുമ്പോളേ ഒരു ഓളം ഉണ്ടായിരുന്നു ശരിക്കും. കലക്കി. ഗണപതി. അപ്പൊ ശരത് സർ, എന്തോ ഇതിലെനിക്ക് തോന്നുന്നു ടോപ്പ് 5-ല് നമുക്ക് സർപ്രൈസിംഗ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അച്ചുവാണ്. അച്ചു ഫസ്റ്റ് ടൈം അല്ലേ ടോപ്പ് 5-ല് വരുന്നേ? ആദ്യമായിട്ടാണ് വരുന്നേ. സന്തോഷമുണ്ട്. പിന്നെ ഇപ്രാവശ്യം നന്നായി പാടാൻ പറ്റി. ഇനിയും അടുത്തതിലും നന്നായി പാടാൻ പറ്റണം എന്ന് ആഗ്രഹിക്കണം. ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? പറ്റില്ല എന്ന് വിചാരിച്ചത് പറ്റുമെന്തായാലും. അതാണ് പോയിന്റ്. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, അതിന് ശ്രമിക്കുക. താങ്ക് യു സർ. യെസ്,
എപ്പോഴും ടോപ്പ് 5 ഒരു തവണ മാത്രം ഡേഞ്ചറസ് സോണിലായി പോയി. അതെ, ടോപ്പ് 5 നേരെ ചാടിയത് ഡേഞ്ചർ Danger സോണിലേക്ക്. zone-ലേക്ക്. തിരിച്ച് ടോപ്പ് 5 അതെ, എങ്ങോട്ടാണ് യശേദിന്റെ ഈ പോക്ക്? ചാഞ്ചാട്ടം. അല്ല, ഒരു തവണ മാത്രം ഡേഞ്ചറസ് സോണിൽ അതെ, കഴിഞ്ഞ തവണ വീണ്ടും ടോപ്പ് 1 ആയി, ഇപ്പൊ സെക്കൻഡ് പൊസിഷൻ. പക്ഷെ എന്നാൽ ആ ഒരു ടോപ്പ് 5 ആള് അതെ, നിൽക്കുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ ബോംബെ കൊച്ചി, കൊച്ചി ബോംബെ ആണ്. യെസ്, ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു മൊമെന്റിന് വേണ്ടി. ശരിക്കും എന്നെ സ്റ്റേജിൽ നിന്ന് പാടാൻ കാണുന്ന എൻ്റെ റിലേറ്റീവ്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, വെറും എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ വീട്ടിലെ ആൾക്കാർ മാത്രമല്ല, എന്നെ നോക്കുന്ന ആൾക്കാർ, എന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അവരുടെ എല്ലാവരുടെ പ്രാർത്ഥനയുടെ കാരണമാണ്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെ ഫ്രണ്ട്സിൻ്റെ ബെസ്റ്റ് വിഷസും ജഡ്ജസിൻ്റെ വിഷസും ബ്ലെസ്സിങ്സിൻ്റെ കാരണം എനിക്ക് പാടാൻ സാധിക്കുന്നു. ഇനിയും കുറേ പഠിക്കാനുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. താങ്ക് യു. ഗുഡ് ഗുഡ് ഗുഡ്, വെരി യശ് ഈ കൂട്ടത്തിൽ തന്നെ കാണണം. അതെ, ടോപ്പ് പക്ഷേ ഇടയ്ക്ക് മറ്റേ അപകട മേഖലയിലേക്ക് പോവരുത് കേട്ടോ. ടോപ്പ് 5 തന്നെ വേണം എപ്പോഴും. ഓൾ ദി ബെസ്റ്റ്. തേക്കുട്ടാ. ഇതെന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ടോപ്പ് 5 എത്തുന്നത്. ശീലമായി. കഴിഞ്ഞ ഷെഡ്യൂളൊക്കെ പെർഫോമൻസ് കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, പഠിച്ച് ഈ പെർഫോമൻസ് നന്നായി പാടാൻ പറ്റി. ഇപ്പോൾ ടോപ്പ് 5 ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടോപ്പ് 5 എത്താൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ശിവനന്ദ ചേച്ചി ഇപ്പൊ എത്രാമത്തെ സെക്കൻഡ് ടൈമാ? മൂന്നാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ തവണയാണ് ശിവനന്ദ. ശിവനന്ദ. അദ്ദേഹം പാടിപ്പോയത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഈ പ്രാവശ്യം ടോപ്പ് 5 വരുമെന്നുള്ളത്. പിന്നെ ഞാൻ ഓരോ സ്കെഡ്യൂൾ കഴിയുമ്പോഴും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സ്കെഡ്യൂളിൽ പ്രത്യേകിച്ചും പറ്റിയിട്ടുണ്ടായില്ല. എനിക്ക് കംഫർട്ടായിട്ടുള്ള സോങ്സാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും എനിക്ക് ഇവിടെ പാടാൻ വേണ്ടി പറ്റിയിട്ടില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഓരോ സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ വീക്ക് പോയിൻറ്റ്സ് അറിയുമായിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഏകദേശം ഞാൻ പഠിച്ചു വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. ഓക്കേ, സഞ്ജുമോൾ. സഞ്ജുമോളാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. ടോപ്പ് 1 ഫസ്റ്റ് ടൈം ആണല്ലേ? സെക്കൻഡ് ടൈം. ഓക്കേ, സൂപ്പർ. അതെ, ആദ്യം സഞ്ജുവായും പിന്നെ സഞ്ജിയായും. പക്ഷെ പിന്നെ എന്തായാലും കഴിഞ്ഞ തവണ നമുക്ക് എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഗോൾഡൻ മൈക്ക് നമ്മുടെ മച്ചാന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഒരു പ്രിവിലേജ് കൂടെ സഞ്ജയ്ക്കുണ്ട്. ഇല്ല പാറു, ഒരു കാര്യം പറയേണ്ടത്, ഇത് വളരെ ഫോക്കസ്ഡ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള 2 പേര്, ഒന്ന് നമ്മുടെ യഷും ഒന്ന് സഞ്ജയാണ്. ഒക്കെ എന്തൊക്കെ പറ്റിയാലും അവർ ചെയ്യേണ്ടത് അവർ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ള അവൻ്റെ തലയിൽ. അതിന്റെ ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. ഫോക്കസ്ഡ് ആയിരിക്കുക എപ്പോഴും. ഓൾ ദി ബെസ്റ്റ് മുത്തേ. എല്ലാരും അങ്ങനെ തന്നെ വേണം കേട്ടോ. എല്ലാരും. സഞ്ജയ്ക്ക് എന്താണ് ബാക്കിയുള്ളവരോട് പറയാനുള്ളത്? അങ്ങനെ ബാക്കിയുള്ള പറയാനല്ല, ഇത്തവണ ഞാൻ ഫസ്റ്റ് പാട്ട് പാടി. അപ്പോഴേ ഒരു ചെറിയ സ്ട്രെയിൻ ഉണ്ടായിരുന്നു ത്രോട്ടിന്. സെക്കൻഡ് പാട്ടിൻ്റെ ഷൂട്ടാകുന്ന തലേദിവസം അന്ന് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാറ്റായി. ഞാൻ വിചാരിച്ചു ഇത്തവണ തകർന്നടിഞ്ഞ് ലാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഇത്തവണ കാഴ്ച വെക്കാൻ പോകുന്നതൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട്, അച്ഛനമ്മേനെ പ്രാർത്ഥന കൊണ്ടോ, ഗ്രൂമേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടോ പിറ്റേ ദിവസം ശബ്ദം വന്നു. ഇനി ഇവർ വേണമെങ്കിൽ അവിടെ പോയി ഇരുന്നോട്ടെ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ടോപ്പ് 5.